ചിങ്കൻമിയുടെ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നല്ലൊരു ബട്ടർ ഗാർലിക് നാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴാണെങ്കിലും ഇനിയിപ്പോൾ അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇനി ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നില്ലേ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളതൊക്കെ കഴിക്കണമെന്ന്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി നാൻ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ ഇതിനായിട്ട് നമ്മളുണ്ടല്ലോ ഒരു ബൗളിലേക്ക് മൈദ 2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേ വളരെ കുറച്ച് ഉപ്പൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ തൈര്, നല്ല കട്ട തൈരാണ് നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതേ 1 ടീസ്പൂണോളം ഓയിലും കൂടിയും ചേർത്തിട്ട് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോ. ആ ഒരു തൈരും എല്ലാ ഇൻഗ്രീഡിയൻറ്റും ആ മൈദയിലൊന്ന് പിടിച്ച് കിട്ടണം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സാധാരണ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കണ ഒരു പരുവത്തിൽ തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം വെള്ളത്തിൻ്റെ അടുത്ത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുണ്ടല്ലോ ഒരു 5 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് തന്നെ വീണ്ടും കുഴച്ചെടുക്കണം. അപ്പോൾ ഈ കുഴയിലാണ് ഇതിൻ്റെ ഒരു ഇതിരിക്കണത്, അതായത് നല്ല സോഫ്റ്റ് ആവണം ആ മാവ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം ഓയിലിൻ്റെ അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ ഇതേപോലെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ മാവ്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ഒരു ടവൽ നമ്മൾ കുറച്ച് നനച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതിനൊരു 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇനി മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് തന്നെ വീണ്ടും ഒരു 2-3 മിനിറ്റോളം ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ അത് കുഴച്ചെടുത്തിട്ട് ഇനി നമ്മൾ നമ്മുടെ പൊറോട്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യണ പോലെ ഇതേപോലെ ഓരോ ഉണ്ടയാക്കി നമുക്ക് ഇതിനെ എടുക്കാം കേട്ടോ. അതേപോലെ ആക്കിയിട്ട് നമ്മൾ എല്ലാം അത് ഇവിടെ ആ ഒരു രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചപ്പാത്തി പലകയുടെ മുകളിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുക. ഓരോ ബോളാക്കിയിട്ടുള്ള മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വെളുത്തുള്ളി ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, അത് നൈസായി അരിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാതും, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇതില്ലേ എള്ള്, അത് ഇതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മൈദ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ. അങ്ങനെ അതും കൂടി ഒന്ന് തൂവി കൊടുത്തിട്ടേ ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മൈദ കുറേശ്ശെ തൂവി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ വളരെ നൈസായിട്ട് നമുക്കറിയാം ഞാനൊക്കെ നീളത്തിൽ ഓവൽ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതിനെ ഇതേപോലെ നീളത്തിൽ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ വളരെ നൈസായിട്ട് പരത്തുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ എങ്കിലാണ് അത് നന്നായിട്ട് തന്നെ വെന്ത് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ വളരെ നൈസ് എന്നല്ല, ഒരു ചപ്പാത്തിയൊക്കെ പരത്തണ ആ രീതിയിൽ തന്നെ പരത്തിക്കും, അതായിരിക്കും നല്ലത്. അങ്ങനെ ഇതേപോലെ നീളത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാതും ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇതിനൊന്ന് ചുട്ടെടുക്കണ്ടേ. അപ്പം ഇതിൻ്റെ ബാക്കിൽ കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ടുണ്ടല്ല ഒരു ഇരുമ്പ് ചട്ടിയില്ലേ, അതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. അതിൻ്റെ അതിനൊന്ന് തിരിച്ചിടുക. അതിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, ആ ബാക്ക് വശത്തേക്ക് ഇതിനെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ സ്റ്റൗവിൽ നന്നായിട്ട് തന്നെ, അതായത് കടയിലൊക്കെ ആണെങ്കിൽ ഇത് കനലിലൊക്കെ വേവിച്ചെടുക്കുക, നമുക്ക് ഈ ഒരു ഇതിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനെ തിരിച്ചിട്ടിട്ട് അപ്പോൾ അതിൻ്റെ പോളകൾ ഇങ്ങനെ വരും. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് ഭാഗം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വരും കേട്ടോ. അങ്ങനെ എല്ലാതും നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞില്ലേ ബട്ടർ ഗാർലിക് നാനല്ലേ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചൂടുള്ളത് കൊണ്ട് തന്നെ ബട്ടർ നല്ലപോലെ തന്നെ അതുമ്മേ മെൽറ്റായി കിട്ടും. അങ്ങനെ അതും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ ഗാർലിക് നാൻ ഇവിടെ റെഡി ആയിട്ടാ.
അപ്പോൾ നോക്കിയേ, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊക്കെ എപ്പോഴും ഈ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.